കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 മിനിറ്റ് നടന്നാലെത്താവുന്ന ഒരു പഴയ ലോഡ്ജിലെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതൊരു സാധാരണ രാത്രിയായിരുന്നു. മഴ പെയ്തുകൊണ്ടിരുന്നു. ബസ് മിസ്സായിപ്പോയി. അടുത്ത ബസ് രാവിലെ ഉള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ഒരു രാത്രി താമസിക്കാൻ വേണ്ടി ഞാൻ അവിടെ കയറി. പുറത്തെ ബോർഡിൽ പേര് മങ്ങിപ്പോയിരുന്നു. വെളിച്ചം മങ്ങിയ ഒരു ചെറിയ മുറിയിൽ ഒരു പ്രായമായ മനുഷ്യൻ കസേരയിലിരുന്നു. അയാൾ എന്നെ നോക്കി. ഒന്നും ചോദിച്ചില്ല. 300 രൂപ എടുത്തു. ഒരു താക്കോൽ നീട്ടി. 2-ാം നിലയിലെ റൂം നമ്പർ 17 എന്ന് പറഞ്ഞു. അയാളുടെ കണ്ണുകളിൽ എന്തോ ഒരു വിചിത്രതയുണ്ടായിരുന്നു. പേടിയോ മുന്നറിയിപ്പോ അതെന്താണെന്ന് എനിക്കറിയില്ല. ഇടുങ്ങിയ പടികളിലൂടെ മുകളിലേക്ക് കയറി. ഓരോ പടിയും ചവിട്ടുമ്പോഴും ഒച്ച പുറത്തേക്ക് വന്നു. 2-ാം നിലയിൽ ഇരുട്ട് കൂടുതലായിരുന്നു. ഒരു ബൾബ് മാത്രം ജ്വലിച്ചു. അതിടയ്ക്കിട മിന്നി. കോണിൽ റൂം നമ്പർ 17 കണ്ടു. വാതിൽ തുറന്നപ്പോൾ പൂപ്പൽ നിറഞ്ഞ മണം എന്നെ ബാധിച്ചു. പഴയ തടിയുടെ ഗന്ധവും നനവും തണുപ്പും. ഉള്ളിലൊരു കട്ടിൽ, ഒരു മേശ, പൊടിപടലമുള്ള ജനാല, മറ്റൊന്നുമില്ല. സ്വിച്ച് ഓണാക്കി. ലൈറ്റ് വന്നു. എങ്കിലും മുറിയുടെ മൂലകൾ ഇരുട്ടിൽ മുങ്ങിയിരുന്നു. വാതിലടച്ചു. ബാഗ് താഴെ വെച്ചു കട്ടിലിലിരുന്നു. അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. ചെറിയ ഒരു ചുരണ്ടൽ. ശബ്ദം ഭിത്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതായി തോന്നി. തുടക്കത്തിൽ ആരോ നഖം കൊണ്ട് ചെറുതായി ചുരണ്ടുന്ന പോലെ. പിന്നെ നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി. നേരിയ തല്ലൽ. പിന്നെ നിശബ്ദത. ഞാൻ എഴുന്നേറ്റു. ചുമരിൽ ചെവി ചേർത്ത് ഒന്നും കേൾക്കാനില്ല. പക്ഷെ എൻ്റെ നെഞ്ച് വേഗത്തിൽ മിടിച്ചു. മനസ്സെന്തോ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഇവിടെ നിന്ന് പോകണമെന്ന്. പക്ഷേ പുറത്ത് മഴ ശക്തമായി പെയ്തു. പോകാൻ എവിടേക്ക്? ഞാൻ ലൈറ്റ് കെടുത്തി. കട്ടിലിൽ കിടന്നു. കണ്ണടച്ചു. എന്നാൽ ഉറക്കം വന്നില്ല. എന്തോ ഒരു സാന്നിധ്യം ആ മുറിയിലുണ്ടെന്ന് തോന്നി. കണ്ണ് തുറന്നപ്പോൾ ജനാലയിലൂടെ പുറത്തെ മങ്ങിയ വെളിച്ചം വന്നു. അപ്പോൾ ഒരു നിഴൽ ഞാൻ കണ്ടു. മൂലയിൽ നേരെ നിൽക്കുന്ന ഒരാളുടെ രൂപം. അനങ്ങാതെ എന്നെ നോക്കി നിൽക്കുന്നു. എൻ്റെ ശരീരം മരവിച്ചു. സംസാരിക്കാൻ ശ്രമിച്ചു. വാക്കുകൾ പുറത്തു വന്നില്ല. ഞാൻ കണ്ണുകൾ അടച്ചു. മനസ്സിലെന്തോ ഒരു പ്രാർത്ഥന പറഞ്ഞു. വീണ്ടും തുറന്നപ്പോൾ നിഴൽ അപ്രത്യക്ഷമായി. എങ്കിലും എൻ്റെ ശ്വാസം വലുതായി. വിയർപ്പ് നെറ്റിയിൽ. രാത്രി കൂടുതൽ ആഴുന്നു. ലൈറ്റ് ഓൺ ചെയ്തു. മുറി ശൂന്യമായിരുന്നു. എന്നാൽ വായുവിൽ എന്തോ മാറിയിരുന്നു. തണുപ്പ് കൂടുതലായി. നെഞ്ച് ഞെരുക്കമുണ്ടായി. മൂക്കിൽ വിചിത്രമായ ഒരു ഗന്ധം. ചീഞ്ഞളിഞ്ഞ പുഷ്പങ്ങളുടെയും ആർദ്രതയും നനവും കലർന്ന മണം. ഞാൻ വാതിലിൽ പോയി. പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ താക്കോൽ തിരിഞ്ഞില്ല. ഹാൻഡിൽ താഴേക്ക് പോകുന്നില്ല. വാതിൽ പൂട്ടിയിരുന്നു. അകത്തുനിന്ന്. പക്ഷേ ഞാൻ പൂട്ടിയിരുന്നില്ല. വിരലുകൾ വിറച്ചു. പലതവണ താക്കോൽ തിരിച്ചു. ഒരു പ്രയോജനവുമില്ല. വാതിലെന്നെ